സുഹൃത്തുക്കളെ, ധർമ്മമാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രശ്നമാണ് എങ്ങും നമുക്ക് വളരെ കറക്റ്റായിട്ടുള്ള ഒരു വഴി, അഭ്യാസ വഴി നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ സൂത്രത്തിൽ നോക്കുകയാണെങ്കിലും ഭഗവാൻ 4 ധ്യാനം അല്ലെങ്കിൽ 8 ധ്യാനം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ സൂത്രത്തിൽ എവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഇദ്ധി പാദം അഭ്യസിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ അത് എങ്ങനെ അഭ്യസിക്കണം എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെ ചില സൂത്രങ്ങളിൽ ഭഗവാനും ഭിക്ഷുക്കളെ ഉപദേശിക്കുന്നു, അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നു. പക്ഷേ എന്താണ് ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് എവിടെയും കിട്ടുന്നില്ല. അത് കാരണം നമ്മൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ ഏതൊന്ന് അഭ്യസിക്കുന്നുവോ അത് നമ്മൾ സൂത്രവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. സൂത്രത്തിൽ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ടീച്ചിങ് ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യം സൂത്രത്തിൽ എവിടെയും കാണുന്നില്ല എങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സൂത്രങ്ങൾക്കാണ്. മറ്റൊരു ഭിക്ഷുവിനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ നമ്മൾ അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല. സൂത്രത്തിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്.